ഹായ് ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അരുവിപ്പുറത്തേക്കാണ് പോകുന്നത്. അരുവിപ്പുറത്തെ പ്രശസ്തമായിട്ടുള്ള അരുവിപ്പുറം ക്ഷേത്രത്തിലേക്കാണ്. അതിൻ്റെ എൻട്രൻസിലേക്ക് എത്തുന്ന വഴിയാണ് ഇത്. നമ്മളിപ്പോൾ വരുന്നത് മാരായമുട്ടം എന്നുള്ള വഴിയാണ്. സ്ട്രൈറ്റ് വരുന്നത് നമ്മൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് പെരുമ്പഴൂർ വരുന്ന വഴിയിലാണ്. ഇപ്പോൾ കയറി പോകുന്ന വഴിയിലൂടെ നേരെ പോയാലും നമുക്ക് നെയ്യാറ്റിൻകരയിലേക്ക് പോകാം. ഈ നദിയുടെ കരയിലൂടെ അങ്ങനെ പോകാം. നമ്മൾ തന്നെ മെയിൻ ആ ഒരു കവാടത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം. അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അരുവിപ്പുറത്ത്. അതിൻ്റെ മെയിൻ ഗേറ്റ് കടന്ന് അങ്ങോട്ട് പോവുകയാണ്. ഗുരുദേവൻ്റെ കുറേ ശ്ലോകങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ടിലായിട്ട് അദ്ദേഹത്തിൻ്റെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിലൊരു തുളസി തറ തന്നെ നേരെ കാണാം. മനോഹരമായിട്ടുള്ള വൃക്ഷങ്ങൾ നേരെ കാണുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രമാണ്. അത് 1888 ഗുരുദേവൻ ഇവിടെ പ്രതിഷ്ഠ നടത്തുന്നത്. ഈ ആൽത്തറയിൽ ആണ് നമ്മളെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP ആദ്യമായിട്ട് രൂപീകരിക്കുന്നത് ഇവിടെ വെച്ചാണ്. ഈ ആൽത്തറയിൽ വെച്ചാണ്. അതിൻ്റെ ഒരു ബോർഡ് അവിടെ കാണാം. ക്ഷേത്രത്തിനോട് ചേർന്ന് കൊണ്ടാണിരിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട ക്ഷേത്രം. ശിവലിംഗമാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. ഗുരുദേവൻ 1888 ആണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. 1888 ആ സമയങ്ങളിലൊക്കെ തന്നെ താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമായിട്ടുള്ള വിലക്കുകളൊക്കെ നിൽക്കുന്ന ഒരു കാലത്ത് എല്ലാവർക്കും പ്രാർത്ഥിക്കാനും ആരാധിക്കാനുമുള്ളൊരു സംവിധാനം ഉണ്ടാവണമെന്ന് ഉള്ള ഒരു സങ്കല്പത്തോടു കൂടി ഒരുപാട് പേര് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അദ്ദേഹം ഇതിനോട് ചേർന്നിട്ടുള്ള നെയ്യാർ നദിയിലിറങ്ങി അവിടെ നിന്നൊരു അതായത് ഈ കാണുന്ന നെയ്യാർ നദി അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു കല്ല് എടുത്ത് ഒരു കുഴിയുണ്ടായിരുന്നു, നാരായണൻ കുഴി എന്നൊക്കെ അറിയപ്പെടുന്നത്. അവിടെ നിന്നൊരു കല്ലെടുത്ത് നേരെ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് പ്രതിഷ്ഠിച്ചത്. ഇതാണ് പ്രധാനപ്പെട്ട ക്ഷേത്രം. പിന്നെ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. ഇതാണ്ട് അവിടെ കാണുന്ന ശിവക്ഷേത്രം പ്രതിഷ്ഠിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന ഒരു ശിലാഫലകമാണിത് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ജാതിഭേദം മതദ്വേഷം എന്നുള്ള ശ്ലോകവും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഏറ്റവും ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റ് അറിയാം. 1888 ശിവരാത്രി നാളിലാണ് ഗുരുദേവൻ ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. ഇതിനോട് ചേർന്ന് തന്നെ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് നെയ്യാറിൻ്റെ നദി ഒഴുകുന്നത്. നമ്മളുടെ ഇവിടെ നിന്ന് കൽപ്പടവുകളിലൂടെ നമുക്ക് നദിയുടെ അടുത്തേക്ക് പോകാവുന്നതാണ്. ഇതിനോട് ചേർന്ന് ഗുരുദേവൻ്റെ ഒരു ക്ഷേത്രം അതിൻ്റെ അടുത്തായിട്ട് പണിഞ്ഞിട്ടുണ്ട്. ഗുരുദേവ ക്ഷേത്രമുണ്ട്. ഇതാണ് അതിനോട് ചേർന്നുള്ള നദിയുടെ ആ ഒരു ഏരിയ. നമ്മൾ താഴേക്ക് പോകുന്ന സമയത്ത് അവിടെ കൽപ്പടവുകളിൽ ഇറങ്ങിയിട്ട് നമ്മൾ താഴോട്ട് പോകണം. പോയി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള നദിയുടെ കാഴ്ചകൾ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ താഴോട്ട് നദിയുടെ അടുത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ഇപ്പോൾ നമ്മൾ നടന്ന് താഴേക്ക് പോകുന്നു. എൻ്റെ ഫസ്റ്റ് ലെയർ നമ്മൾ ഇറങ്ങി വരുന്ന സമയത്തുള്ള കാഴ്ചയാണ് നദിയുടെ. ഒരുപാട് ആളുകൾ നദിയിൽ കുളിക്കുന്നുണ്ട്. ഈ ഒരു ഗേറ്റ് പോലത്തെ കവാടം ഇറങ്ങി ചെല്ലുന്നത് നേരെ നദിയിലേക്കാണ്. അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ ചെല്ലുന്ന സമയത്ത്. ഒരുപാട് പേര് ഈ ബലിതർപ്പണത്തിനുമൊക്കെ ഇവിടെ എത്താറുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ടൊരു വലിയ കിണറുണ്ട്. ഒരു പമ്പ് ഹൗസ് പോലത്തെ ഒരു സംവിധാനമൊക്കെ കാണാം. നദിയിൽ ഇറങ്ങുന്നതിനും അതുപോലെ തന്നെ കുളിക്കുന്നതിനും ബലിതർപ്പണമൊക്കെ നടത്തുന്നതിനുമായിട്ട് മനോഹരമായിട്ട് കെട്ടി ഇട്ടിട്ടുണ്ട് സിമെൻറ്റിൻ്റെ പടവുകൾ. മഴയുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു നെയ്യാറാണ് ഒഴുകുന്നത്. നെയ്യാർ ഡാം തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ഇങ്ങനെ ഒഴുകുന്നതായിട്ട് കണ്ടു. നമ്മളതിൻ്റെ ഒരു അപ്പുറത്തെ സൈഡിലൊരു എൻഡിലേക്ക് നടക്കുകയാണ്. നെയ്യാറിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. ഒരുപാട് പേരവിടെ ഇറങ്ങി എല്ലാം കുളിക്കുന്നുണ്ട്. ഇത് കാണാൻ വന്നിട്ടുള്ള ആളുകൾ ഒരുപാട് പേരിത് കാണാൻ വന്നിട്ടുണ്ട്. കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ വിദ്യാർത്ഥികളുമായിട്ട് ഇവിടെ സന്ദർശിക്കുന്ന സമയത്ത്, വർഷങ്ങൾക്ക് മുമ്പ് സന്ദർശിക്കുന്ന സമയത്ത്
ശരിക്കും അവരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. നമ്മൾ കൊക്കനക്കിലൊക്കെ പോയി അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ പോയി കുളിക്കുന്ന താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വരാം. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. അത്യാവശ്യം നീന്തലൊക്കെ അറിയാവുന്നതാണെങ്കിൽ പേടിക്കാനൊന്നുമില്ല. നമുക്ക് ഇവിടെ ഇറങ്ങി ഒന്ന് കുളിക്കാം. ഇങ്ങനെ അല്ലെങ്കിൽ പോലും നമുക്ക് സൈഡിലൊക്കെ നിന്ന് കുളിക്കാവുന്ന ചില പ്രത്യേക ഏരിയ ഉണ്ട്. അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അവിടെ നമ്മൾ കുളിക്കാനായിട്ട് ഇറങ്ങേണ്ടത്. കാരണം പാറക്കെട്ടുകൾ ഉണ്ട്. അപ്പോൾ പാറയിൽ നമ്മൾ സ്ലിപ്പ് ചെയ്യാനോ അതുപോലെ തന്നെ കുഴികളൊക്കെ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇതാണ് നെയ്യാറിൻ്റെ മനോഹരമായിട്ടുള്ള ഭംഗി. അരുവിപ്പുറത്തെ ഒരു ഭംഗി നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഒരുപാട് ആളുകൾ പല സ്ഥലത്ത് നിന്നും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളും അതുപോലെ തന്നെ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള ആളുകളും സന്ദർശിക്കുന്ന വളരെ പുണ്യ പരിപാവനമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളുടെ അരുവിപ്പുറം. നെയ്യാറ്റിൻകരയിലെ പെരിങ്ങരവിള പഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നെയ്യാറ്റിൻകര ടൗണിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ദൂരവും തിരുവനന്തപുരത്ത് നിന്ന് 24 കിലോമീറ്റർ ദൂരത്തിലുമാണ് ഈ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ എത്തുകയാണെങ്കിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന പുഴയിൽ ഒക്കെ ഒന്ന് ഇറങ്ങി അതിൻ്റെ ഭംഗി കാണാനും അതുപോലെ തന്നെ ഇവിടുത്തെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഗുരുദേവൻ തപസ്സിരുന്ന ഒരു കൊടുതുക്കി മല എന്ന് പറയുന്നൊരു മലയുണ്ട്. അവിടെ ഒരു ക്ഷേത്രവും ഒക്കെ ഉണ്ട്. അവിടെ പോകുന്ന മല കയറി വേണം നമ്മൾ പോകാൻ. അപ്പോൾ മലയുടെ മുകളിലേക്ക് നമ്മൾ പോയിട്ടില്ലായിരുന്നു. താഴെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ പകർത്തിരിക്കുന്നത്. സെപ്പറേറ്റ് വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഇതാണ് നമ്മളുടെ ഇവിടെ താഴെ നിന്നിട്ടുള്ള ക്ഷേത്രവും അതിന് ചേർന്നുള്ള പുഴയുടെയും കാഴ്ചകൾ. നല്ല തെളിഞ്ഞ വെള്ളമാണ് നമ്മൾ പുഴയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വളരെ പരിപാവനമായിട്ട് നമ്മൾ ആ നേരെ കാണുന്ന ആ ഒരു സ്ഥലത്താണ് ഗുരുദേവൻ ഇറങ്ങി കല്ല് എടുത്ത് ശിവൻ്റെ ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത്. അന്ന് ഒരുപാട് തരത്തിലുള്ള എതിർപ്പുകളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഞാൻ എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്, അത് ആർക്ക് വേണോ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുകയുണ്ടായി. തീർത്ഥാടക സമയത്ത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെയൊക്കെ സമയത്ത് ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട്. കാരണം ഇങ്ങനെ ഷൂട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് പുഴയുടെ മറുകരയിൽ മനോഹരമായിട്ടൊരു ശിവൻ്റെ രൂപം വരച്ചത് എനിക്ക് കാണാൻ കഴിഞ്ഞു. അത് ആരോ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്, ആരാണെന്നറിയില്ല. നല്ല ഭംഗിയുണ്ട് ഇവിടെ നമ്മൾ വിഷ്വൽസ് ഷൂട്ട് ചെയ്യുമ്പോൾ അതിനെ കാണാൻ. അപ്പോൾ അതിൻ്റെ ഭംഗിയും കൂടെ ഒന്ന് സൂം ചെയ്ത് ഷൂട്ട് ചെയ്യുകയുണ്ടായി. പുഴയിലെത്തുമ്പോഴത്തേക്കും അതിൻ്റെ ഓപ്പോസിറ്റിൽ അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ആയിട്ട് ആളുകൾ കുളിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരുപാട് ടൂറിസ്റ്റുകളും വന്നിട്ടുണ്ട്. അവിടെ നടന്ന് മുകളിലേക്ക് വീണ്ടും കയറിയപ്പോൾ ഇവിടെ ഒരു ശിവലിംഗം കണ്ടു. ഒരു ചെറിയ ശിവലിംഗം, മനോഹരമായിട്ടൊരു ചെറിയ ശിവലിംഗം കാണാം. നമ്മൾ ആ ശിവലിംഗത്തിൻ്റെ സൈഡിൽ കൂടെ ഗുരുദേവൻ്റെ നമ്മളുടെ കല്ലെടുത്തിട്ടുള്ള ശങ്കരൻ കുഴി എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ്. അവിടെ നിന്നിട്ട് നല്ലൊരു കാഴ്ചയാണ് നെയ്യാറിൻ്റെ നമുക്ക് കാണാൻ പറ്റുന്നത്. നെയ്യാറ്റിൻകരയിൽ നിന്ന് തിരുവനന്തപുരത്തു നിന്നുമൊക്കെ ബസ്സുണ്ട്. ഇവിടെ സ്റ്റേ ബസ്സുകൾ സർവീസ് ഒക്കെ വരുന്നുണ്ട്. ആലുവയിൽ നിന്ന് നേരത്തെ ഒരു സ്റ്റേ ബസ് ഉണ്ടായിരുന്നു. അരുവിപ്പുറത്തേക്ക് വന്ന് ഇവിടെ നിന്ന് പോകുന്ന ഒരു സ്റ്റേ ബസ് ആലുവയിൽ നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല സർവീസ്. അരുവിപ്പുറം വഴി പോകുന്ന ഒരുപാട് ബസ് സർവീസുകൾ ഉണ്ട്. നിങ്ങൾ പെരുമ്പഴൂർ എത്തുകയാണെങ്കിൽ അല്ലാതെ പ്രൈവറ്റായിട്ടുള്ള ഓട്ടോ മുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതുവഴി നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റുന്നതാണ്. ഏറ്റവും അടുത്ത ഒരു ടൗൺ നെയ്യാറ്റിൻകരയാണ്. തിരുവനന്തപുരത്ത് നിന്നും നിങ്ങൾക്ക് ബസ്സിൽ ഇവിടെ എത്തിച്ചേരാം. റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ളത് നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനാണ്. നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നെയ്യാറ്റിൻകര ബസ് സ്റ്റോപ്പിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ബസ് ഫെസിലിറ്റി അതുപോലെ തന്നെ പ്രൈവറ്റ് വെഹിക്കിളൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടി നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇതാണ് നെയ്യാറിൻ്റെ ഈ ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോഴുള്ള കാഴ്ച. വെള്ളം ഇങ്ങനെ നിറഞ്ഞ് ഒഴുകുന്ന മനോഹരമായിട്ടൊരു കാഴ്ചയാണിത്. അവിടേക്ക് ഇറങ്ങിപ്പോകുന്ന വഴിയാണിത്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.